ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് പേസ്ട്രി ആയ ക്രൊസാൻ ആണ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പം ക്രോയ്സാൻഡ് എന്ന് എഴുതിയാലും വായിക്കുമ്പോൾ ക്രൊസാൻ എന്നാണ് അവരുടെ പ്രൊനൗൺസിയേഷൻ. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ക്രൊസാൻ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വേണ്ട സാധനങ്ങൾ നമുക്ക് 500 ഗ്രാം മൈദയാണ്. അതിൽ 400 ഗ്രാം ആദ്യവും 100 ഗ്രാം പിന്നെയാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് 2 പാത്രത്തിലായിട്ട് ഇത് അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ 80 ഗ്രാം പഞ്ചസാര, ഒരു മുട്ട, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്, 40 ഗ്രാം ബട്ടർ, പിന്നെ ചെറു ചൂടുള്ള 250 മില്ലി പാല്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട, അതുകൂടാതെ നമ്മൾ എടുത്തു വെച്ച 80 ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറു ചൂടുള്ള 250 ml പാല്, ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു നുള്ളു ഉപ്പ്, എടുത്തു വച്ചിരിക്കുന്ന 40 ഗ്രാം ബട്ടർ, ഇത്രയും ചേർത്ത് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യണം. നല്ലതുപോലെ യോജിപ്പിക്കാം. അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് ആദ്യം അരിച്ചു വെച്ച 400 ഗ്രാം മൈദ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ഈ 100 ഗ്രാം പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് കുഴച്ചത് ഒന്നും കൂടി കുറച്ച് പൊടി തൂവി നല്ലതുപോലെ നീഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളമായി നീഡ് ചെയ്യുന്നു. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഈ മാവ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ ഡ്രൈ ആവാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ക്ലിൻ ഫിലിം വെച്ച് മൂടി 2 മണിക്കൂർ ഇത് പൊങ്ങാൻ വയ്ക്കാം. ഇത് പൊങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ഡബിൾ സൈസ് ആവും. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് പൊങ്ങാൻ വയ്ക്കാം. ഇപ്പം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ മാവ് അതിൻ്റെ ഇരട്ടിയായിട്ട് ഇതാ വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്നും കൂടി നീഡ് ചെയ്തെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട്
നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ്. നമുക്കിനി ഇതിനെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കുകയാണ്. നമുക്ക് ഇത് തുല്യ ഭാഗങ്ങളായിട്ടുള്ള 8 കഷ്ണങ്ങളാക്കാം ആദ്യം. എന്നിട്ട് ഇത് ഓരോന്നും ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് ഇനി ഈ ഉരുട്ടിയത് നമുക്കൊരു പാനിലേക്ക്, ബട്ടർ പേപ്പർ ഇട്ട ഒരു പാനിലേക്ക് മാറ്റിയിട്ട് അരമണിക്കൂറും കൂടി പൊങ്ങാൻ വയ്ക്കാം. ഇപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഉരുട്ടി വെച്ചതൊക്കെ നല്ല വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും കുറച്ച് പൊടി ഇട്ടിട്ട് ഒരേ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ ആ 8 എണ്ണവും പരത്തി വെച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബട്ടർ തേച്ച് ഓരോന്നും അതിൻ്റെ മുകളിൽ വെക്കാം. ബട്ടർ ധാരാളം പുരട്ടുന്നുണ്ട്. അതും അൺസോൾട്ടഡ് ബട്ടറിന് പ്രത്യേക ഓർമ്മ വേണം. സോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കരുത്. നല്ലതുപോലെ ബട്ടർ പുരട്ടിയത് ശേഷം അടുത്ത പരത്തി വച്ചിരിക്കുന്ന ഇതെടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് വയ്ക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ ബട്ടർ തടവുകയാണ്. ഇതുപോലെ നമ്മൾ 8 ലെയറും ഇതേപോലെ മുകളിൽ വെച്ച് ബട്ടർ തടവി കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മൾ ബട്ടർ ചേർത്ത് പരത്തിയ 8 ലെയർ ഒന്നുകൂടെ റോൾ ചെയ്തതിന് ശേഷം ഒരു ക്ലിംഗ് ഫിലിമിൽ പൊതിഞ്ഞ് 2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ പരത്തി വെച്ച മാവ് ഇപ്പോൾ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് കുറച്ച് പൊടിയിട്ട് ഒന്നും കൂടി പരത്തിയെടുക്കാം. കുറച്ച് മാവ് തൂവി നമുക്കൊന്നും കൂടി ഇത് നല്ലോണം പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ നല്ലതുപോലെ മാവ് പരത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ച് ഇത് നല്ലോണം മുറിച്ചെടുക്കാം.
ഇപ്പം നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടി താഴെ ഒരു കട്ട് ഉണ്ടാക്കണം. ഈ എടുത്തു വെച്ച ഓരോ കഷ്ണവും നമ്മൾ കുറച്ചും കൂടി നീട്ടി പരത്തി എടുത്തിട്ട് ഒന്ന് ട്രിം ചെയ്തെടുക്കണം. അതിൻ്റെ അറ്റം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രിം ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്കിത് റോൾ ചെയ്യാം. ഇങ്ങനെ റോൾ ചെയ്ത ഓരോന്നും നമുക്ക് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ റോൾ ചെയ്ത് വെച്ച ക്രോസാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു മുട്ടയും കുറച്ച് പാലും കൂടെ ചേർത്ത മിശ്രിതം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ക്രോസാൻ ഓവനിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 150 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ക്രോസാൻസ് റെഡി ആയിട്ടുണ്ട്. ക്രോസാൻ ഒന്ന് മുറിച്ച് നോക്കാം. നല്ല ഫ്ലഫിയും നല്ല പല ലെയറായിട്ടുള്ള ക്രോസാൻ റെഡി ആയിട്ടുണ്ട്.